സ്വാഭാവികമായിട്ടും ഇന്ന് കാണുന്ന ഇത്തരത്തിലുള്ള വിവാഹ പേടിക്കും വൈമുഖ്യത്തിനുമൊക്കെ തന്നെ മതപരമായും സാമൂഹികമായിട്ടുമുള്ള അതിൻ്റേതായിട്ടുള്ള ചില പരിഹാരങ്ങളും ഉണ്ട്. ആ പരിഹാരങ്ങളെക്കുറിച്ചാണ് അസ്മ ടീച്ചർ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ പ്രിയമുള്ളവരെ, വളരെയധികം അക്ഷമയോടെ കുറേ സമയമായി കേട്ടുകൊണ്ടിരിക്കുന്നു. എന്നാലും ഇൻഷാ അല്ലാഹ് വളരെ സമയബന്ധിതമായി തന്നെ അവസാനിപ്പിക്കാം. മതപരമായിട്ട് ഒരുപാട് പരിഹാരങ്ങൾ ഉണ്ട്, അതുപോലെ സാമൂഹ്യപരമായിട്ടും ഒരുപാട് പരിഹാരങ്ങളുണ്ട്. മതപരമായിട്ടുള്ള പരിഹാരങ്ങൾ എന്നതിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, വിവാഹത്തിന് മുമ്പ്, നിക്കാഹിന് മുമ്പ് തന്നെ സ്ത്രീകളും ഇണകൾ അഥവാ പുരുഷനും സ്ത്രീയും പ്രീ മാരിറ്റൽ ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കോഴ്സിൽ പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനവരെ വിധേയമാക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിവാഹത്തിന് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാനസികമായും അതുപോലെ ആത്മീയമായിട്ടും അവർ തയ്യാറെടുക്കേണ്ട ഒരുപാട് മാർഗനിർദ്ദേശങ്ങളാണ് ഈ ഒരു ഇസ്ലാമിക് പ്രീ മാരിറ്റലിലൂടെ ലഭിക്കുന്നത്. മാത്രമല്ല, വിവാഹം ഞാൻ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അവർക്ക് കഴിയും. വിവാഹം ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു ലൈംഗിക തൃപ്തിക്ക് വേണ്ടിയോ മറിച്ച് സമ്പത്തിന് വേണ്ടിയോ അല്ല, അത് ഒരു ആത്മീയമായിട്ടുള്ള ഒരു കരാറാണ് എന്നും അതുവഴി സമൂഹത്തിൽ എനിക്ക് ഇണ ചേർന്ന് ജീവിക്കാൻ സാധിക്കും എന്നതും കൂടി അവർ ലക്ഷ്യമായി കണക്കാക്കണം. മാത്രമല്ല, അത് ദീനിന് പ്രാധാന്യം നൽകുമ്പോൾ ഫൽഫർ ബി ദാത്തി ദീൻ തെരിബത്തി യഥാക്ക എന്നാണ്, ദീനിലൂടെ ആകുമ്പോൾ അവിടെ വിജയം കണ്ടെത്താൻ സാധിക്കുമെന്നാണ്. മറ്റൊന്ന്, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അവർക്ക് ബാധ്യതകളും അവകാശങ്ങളുമുണ്ട് എന്ന് ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ജീവിത ചെലവ്, മഹർ, ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക ബാധ്യത എന്നാവുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സഹകരണത്തോടുള്ള ജീവിതം, അതുപോലെ അമാനത്ത്. ഫസ്വാലിഹാത്തു ഖാനിത്താത്തുൻ ഹാഫിലാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അള്ളാഹു അങ്ങനെയാണ് സൽവൃത്തകളായ സ്ത്രീകളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവളുടെ അമാനത്തുകൾ സംരക്ഷിക്കുന്ന ഒരു ബോധ്യത്തോടു കൂടിയായിരിക്കണം അവൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കേണ്ടത്. മറ്റൊന്ന്, എക്സ്പെക്റ്റേഷൻ തുറന്നു പറയലാണ്. നമുക്ക് ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അത് വിവാഹത്തിന് മുമ്പ് തന്നെ പരസ്പരം തുറന്നു പറയാൻ കഴിയണം. പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും വിവാഹത്തിന് ശേഷമുള്ള താമസം, എന്തൊക്കെയായിരിക്കണം കുട്ടികളെ പറ്റി, സാമ്പത്തിക ശൈലിയെപ്പറ്റി, സ്റ്റൈലിനെ പറ്റി, എല്ലാ കാര്യങ്ങളെക്കുറിച്ച് തുറന്ന് ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ തുറന്ന് സംസാരിക്കാൻ, മതപരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. കാരണം പറയാതെ വെച്ച പല പ്രതീക്ഷകളുമാണ് പിന്നീടുള്ള ദാമ്പത്യ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുമായി മാറിയിട്ടുള്ളത്. മറ്റൊന്ന്, നമ്മൾ വിവാഹം എന്നതുകൊണ്ട് ഒരു അറബി വാക്യത്തിലൂടെ പറയുകയാണെങ്കിൽ സൊബർ പ്ലസ് ഹിക്മത്ത് ഇസിക്കൽ ടു സിവാജി, ക്ഷമയും അതുപോലെ യുക്തിയും കൂടി ചേരുമ്പോഴാണ് വിവാഹം എന്നത് കൊണ്ട് പൂർണ്ണമാകുന്നത് എന്നാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ലൈംഗിക വിശുദ്ധിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഇസ്ലാം ഒരിക്കലും ലൈംഗിക ബന്ധത്തിനെതിരല്ല, മറിച്ച് വിവാഹപൂർവ്വ ബന്ധങ്ങൾക്കും അശ്ലീല സംസാരങ്ങൾക്കും മാത്രമാണ് ഇസ്ലാം വിലക്കിയിട്ടുള്ളത്. എന്നാൽ വിവാഹത്തിന് ശേഷം അതൊരു ഇബാദത്താണ്, ആരാധനയായിട്ടാണ് ഇസ്ലാം വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും തർക്കങ്ങളൊക്കെ ജീവിതത്തിൽ നമുക്കറിയാം. രണ്ട് പരസ്പര സ്ഥലങ്ങളിൽ നിന്നും ജീവിച്ച ആളുകൾ ഒന്നിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി എന്നത് വിവാഹത്തിൻ്റെ പരാജയമല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ രണ്ടുപേരും ചേർന്നുകൊണ്ട് അവർ ആ പ്രശ്നത്തെ രഹിതമാക്കാൻ, വിജയകരമാക്കാനുള്ള വഴിയിലേക്കൂടെ നടന്നു പോകാനാണ് ശ്രമിക്കേണ്ടത്. ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കാൻ ഈ ഒരു ഇസ്ലാമിക് പ്രീ മാരിറ്റൽ കൗൺസിൽ കോഴ്സിന് കഴിയും. വിവാഹം ഒരു ജയിലല്ല എന്നും അത് സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണെന്നും മനസ്സിലാക്കണം. മറ്റൊന്ന്, നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ദാമ്പത്യ മൂല്യങ്ങളുടെ പുനർവായന എന്നാണ്. ദാമ്പത്യ മൂല്യങ്ങളുടെ പുനർവായന എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടത്. ഇസ്ലാം പറഞ്ഞ ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും, ഇസ്ലാം പറഞ്ഞത് ആയത്താണ് എന്നാണ്. അള്ളാഹുവിനെ തിരിച്ചറിയാനുള്ള ഒരു ആത്മീയ അടയാളമായിട്ടാണ് ഇസ്ലാം ദാമ്പത്യത്തെ ചിത്രീകരിക്കുന്നത്. അതേപോലെ തന്നെ പറഞ്ഞത് ലി തസ്കുനു, അവിടെ ശാന്തത ലഭിക്കണമെന്നാണ്. ശാന്തത ലഭിക്കണമെങ്കിൽ ഇരുവരും എന്തായിരിക്കണം? ഇതിന് തയ്യാറെടുത്തവരായിരിക്കണം. മാത്രമല്ല, മറ്റൊന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഐഷാഹു വിശദീകരിച്ച പോലെ മവദ്ദത്തും അതുപോലെ റഹ്മത്തും. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ യൗവനകാലത്തെ വൈകാരികമായിട്ടുള്ള സ്നേഹത്തിനാണ് പറയുന്നത്. എന്നാൽ റഹ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത് ദുർബല സമയത്ത് നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ വാർദ്ധക്യകാലത്ത് ഇണകൾ തമ്മിലുണ്ടായിരിക്കേണ്ട സ്നേഹത്തിനാണ്. അപ്പോൾ ഈ കരുണ റഹ്മത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഇത് രണ്ടും
ഇസ്ലാമിലെ ദാമ്പത്യ മൂല്യങ്ങളെ പുനർവായന നടത്തുമ്പോൾ നമ്മൾ വായിക്കപ്പെടേണ്ടതാണ്. അതോടൊപ്പം തന്നെ ലിബാസ് അല്ലേ, ഖുർആൻ ഉപയോഗിച്ചത് ഹുന്ന ലിബാസില്ലക്കും അന്തുൽ ലിബാസില്ല ഹുന്ന, നിങ്ങൾ പരസ്പരം അടുപ്പമുള്ള വസ്ത്രങ്ങളായിരിക്കണം ഇണകൾ എന്നാണ്. അപ്പോൾ അതിലൂടെ പരസ്പര ന്യൂനതകൾ മറക്കാനും തെറ്റുകൾ മായ്ക്കുന്ന ബന്ധം അല്ലേ, തെറ്റുകൾ മറക്കുന്ന വസ്ത്രം എന്ന് പറയുന്നത് ഇത് എന്താണ്, ഒരു അലങ്കാരമാണ്, അഭിമാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇണകൾ പരസ്പരം പഴി പറയലുകൾ മാറ്റിവെച്ചുകൊണ്ട് ചേർന്ന് ഇഴയടുപ്പമുള്ള ഇണകളായി മാറണം. അപ്പോൾ അതും ഇസ്ലാം വിഭാവനം ചെയ്യുന്നതാണ്. മറ്റൊന്ന് നമ്മളെപ്പോഴും ചർച്ച ചെയ്യപ്പെടുകയും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ആയത്താണ് ഏത്, സൂറത്തു അരിജാലു ഖവ്വാമൂന അല നിസാഇ എന്ന് 4-ാം അധ്യായത്തിലെ 34-ാമത്തെ വചനം. അതായത് ഖവ്വാമ എന്നതുകൊണ്ട് ഉദ്ദേശം കൈകാര്യകർത്താക്കൾ എന്നാണ്. സ്ത്രീയുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വവും സംരക്ഷണവും അല്ലേ, അത് മുഴുവനും ഏറ്റെടുക്കുക എന്നതാണ് ഖവ്വാമ കൊണ്ടുള്ള ഉദ്ദേശം, സാമ്പത്തിക ബാധ്യതയായാലും. അപ്പം അതും ഈ ദാമ്പത്യ മൂല്യത്തിൽ നമ്മൾ വായന നടത്തേണ്ടതാണ്. അപ്പം ഈമാൻ വളരുന്ന ഒരു മൈതാനമായിരിക്കണം വിവാഹം എന്നതാണ്. അതേപോലെ തന്നെ അതിലെ സഹയാത്രികരാണ് പരസ്പരം ഇണകൾ. അതുകൊണ്ട് ദാമ്പത്യം തഖ്വയുടെ യാത്രയിലായിരിക്കണം. മറ്റൊന്ന് നമുക്ക് വായിക്കാനുള്ളത് ഈ ഒരു ഇതിൽ ദാമ്പത്യം എന്ന് പറയുന്നത് അത് സഹജീവനമാണ് ദാമ്പത്യം എന്നതാണ്. സഹജീവനമാണ് ദാമ്പത്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ദാമ്പത്യം കൂടെ ജീവിക്കലാണ് അല്ലേ. ഒരാളുടെ ആധിപത്യമോ അല്ലെങ്കിൽ മേൽക്കോയ്മയിലോ അടിമത്തത്തിലോ അല്ല, മറിച്ച് അതുകൊണ്ടാണ് ഈ വസ്ത്രങ്ങളാണ് എന്ന് ഖുർആൻ വസ്ത്രങ്ങൾ ഒരിക്കലും മേൽക്കോയ്മ കാണിക്കില്ല. അത് ശരീരത്തോട് ഇഴുകിച്ചേർന്ന് അല്ലേ കാക്കിച്ച്, അതുപോലെ നമ്മളെ അഭിമാനത്തോടു കൂടി അല്ലെങ്കിൽ അലങ്കാരത്തോടു കൂടി ജീവിക്കുമ്പോഴാണ്. അതേപോലെ തന്നെ ശാന്തത പങ്കിടൽ എന്ന് നമ്മൾ പറയുകയുണ്ടായി. കാരണം പ്രശ്നങ്ങളുണ്ടാകാം, നമ്മൾ പറഞ്ഞു ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അത് ഒറ്റയ്ക്കല്ല നേരിടേണ്ടത്. ഞാൻ എന്നതിനേക്കാൾ ഉപരി നാം എന്നതിലേക്ക് ആയിരിക്കണം ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അതുപോലെ ശക്തിയും ദുർബലതയും മാറി മാറി വരും. കാരണം ഒരാളൊരു ശക്തനാകുന്ന ദിവസം മറ്റേയാൾ ദുർബലനായിരിക്കാം. അവിടെ റഹ്മത്തിനെയാണ് കേന്ദ്രീകരിക്കുന്നത് ഖുർആൻ. അപ്പോൾ ഖുർആനിൻ്റെ സഹജീവനത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രവാചക മാതൃക അതിലേക്ക് സ്വീകരിക്കാൻ കഴിയും. അതുപോലെ ഒരു ആത്മീയ കൂട്ടായ്മ നമുക്കുണ്ടാക്കാൻ കഴിയും. മറ്റൊന്ന്, നമ്മൾ കർമ്മശാസ്ത്രത്തിലും ഇതിന് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണുന്നുണ്ട്. ഖുർആൻ എന്തെല്ലാം കർമ്മശാസ്ത്രത്തിലും വിവാഹത്തെ എന്തായിട്ട് അത് നിർബന്ധമാണ് എന്നും അതുപോലെ സുന്നത്താണ് എന്നും, എന്നാൽ നിനക്ക് നീതി പാലിക്കാൻ കഴിയില്ലെങ്കിൽ അത് മക്രൂഹാണ് എന്നും, നിനക്ക് ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ അത് ഹറാമാണ് എന്നും വിവക്ഷിക്കപ്പെടുന്നു. മറ്റൊന്ന് സാമൂഹ്യമായ പരിഹാരങ്ങളാണ്. സാമൂഹ്യമായ പരിഹാരങ്ങൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒന്ന് മാരേജ് എഡ്യൂക്കേഷനാണ്. മാരേജ് എഡ്യൂക്കേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പ്രീ മാരിറ്റൽ കോഴ്സിലൂടെയും അതുപോലെ നല്ല പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെയും പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളിലൂടെയും ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നാണ്. പിന്നെ കുടുംബത്തിന് ഒരുപാട് നിർണായക പങ്കുണ്ട് വിവാഹത്തിൽ. കുടുംബം എപ്പോഴും മേൽക്കോയ്മയല്ല കാണിക്കേണ്ടത്, അധികാരമല്ല ഉപയോഗിക്കേണ്ടത്, നിയന്ത്രണമല്ല ഉപയോഗിക്കണം, മറിച്ച് അവരോട് ചേർന്ന് നിന്ന് അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് കൂടെ ആളുണ്ട് എന്ന ഒരു തോന്നൽ, അതായത് തളരുമ്പോൾ താങ്ങായി നിൽക്കാൻ ഈ കുടുംബത്തിന് സാധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇതിൻ്റെ ഇടപാടുകളിലൊക്കെ കുടുംബത്തിന് പങ്കുണ്ട്. ഇനി ഈ കുടുംബവും ദാമ്പത്യവും എന്ന് പറയുന്നത് എന്താ, കുടുംബം വേരാണ്, ദാമ്പത്യം അതിൻ്റെ ശാഖയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിനും ദാമ്പത്യത്തിനും ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും സന്തോഷം പങ്കുവെക്കാനും ഒക്കെ പൊതു ഇടങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും. അപ്പോൾ ഈ പൊതു ഇടങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. പബ്ലിക് സ്പേസുകൾ അഥവാ പാർക്ക്, അങ്ങനെയുള്ള ബീച്ചുകൾ, അങ്ങനെ ഒന്നിച്ച് യാത്രകൾ, കുടുംബ സന്ദർശനം, ഇതൊക്കെ ഈ ബന്ധങ്ങളെ സന്ദർശിക്കാൻ കഴിയും. ബന്ധങ്ങളുടെ ദൃഢത വർദ്ധിപ്പിക്കാനും സന്തോഷം പങ്കിടാനും മാനസിക സമ്മർദ്ദങ്ങൾ കുറക്കാനും ഒരുപാട് സാധിക്കുന്നതാണ് ഇത്തരം കുടുംബങ്ങളുടെ ഒന്നിച്ചുള്ള യാത്രകൾ. മറ്റൊന്ന് നമുക്ക് പറയാനുള്ളത് എ പ്ലേസ് ഓഫ് ഹീലിംഗ് അല്ലേ. കുടുംബം എന്ന് പറയുന്നത് എന്താണ്, ഒരു വിചാരണ നടത്തുന്ന കോടതി മുറിയല്ല, മറിച്ച് എന്താണ്, ഒരു മുറിവേറ്റവർക്ക് ആശ്വസിക്കാനും വിശ്രമിക്കാനുമുള്ള ഒരിടമാണ് എന്ന രൂപത്തിലേക്ക് കുടുംബം മാറേണ്ടതുണ്ട്. പിന്നെ കുടുംബങ്ങൾ ഒത്തുചേരാവുന്നതും അതുപോലെ ഈ സന്തോഷം പങ്കിടാനുമൊക്കെയുള്ള യാത്രകൾ അനിവാര്യമാണെന്ന്. ഇനി മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, വിവാഹം എന്നത് ഒരു ബിസിനസ് അല്ല. ഒരു ബിസിനസ് കരാർ ഡീല് ചെയ്യുമ്പോൾ അതിൽ വൈകാരികതയുടെ ആഴം മനസ്സിലാക്കപ്പെടാതെ പോകുന്നു. മറിച്ച് വിവാഹം എന്നത് അങ്ങനെയുള്ളതല്ല. അതിൻ്റെ ലാഭനഷ്ടങ്ങൾക്കപ്പുറം അഥവാ ബിയോണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, അതിനേക്കാൾ അപ്പുറമായിട്ട് വിവാഹത്തിൽ എന്താണ്, തളരുന്ന
അല്ലെങ്കിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് താങ്ങായി നിൽക്കുക. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കരുതൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, നമ്മളെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ്. കാരണം കാലത്തിനനുസരിച്ച് നമ്മളെ ബിസിനസ്സിൽ എഴുതി വെച്ച കരാറുകൾ മാറുന്നില്ല, മറിച്ച് മനുഷ്യൻ മാറ്റങ്ങൾക്ക് വിധേയനാണ്. ഓരോ ദിവസം ചെയ്യുമ്പോഴും മനുഷ്യനിലെ അവൻ്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ ചേർന്നുകൊണ്ട് സ്നേഹത്തോടെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഇണം, അത് ഒരു വിവാഹ ജീവിതത്തിൽ മാത്രമേ സാധിക്കുള്ളൂ. മറ്റൊന്ന് പറയുന്നത് ഒരു സുരക്ഷിത ബോധം, അല്ലേ? നമുക്ക് ഒരു സുരക്ഷിത ബോധം ഉണ്ട്. ഞാൻ എത്ര പ്രയാസപ്പെട്ടാലും എനിക്ക് എല്ലാം പറയാൻ ഒരു ആളുണ്ട് എന്നൊരു ബോധം കുടുംബത്തിൽ നിന്നും മാത്രമേ ലഭിക്കുള്ളൂ. ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ആ ബിസിനസ് പരാജയപ്പെട്ടാൽ നമുക്ക് ആ പങ്കാളിത്തം എന്ത് ചെയ്യാം? അവസാനിപ്പിക്കാം. പക്ഷേ കുടുംബജീവിതത്തിൽ നമുക്ക് ഏറ്റവും നൽകാൻ കഴിയുന്ന ഒരു പോയിൻറ്റ്സ് അതാണ്. മറ്റൊന്ന് ആശയവിനിമയവും ആത്മബന്ധവും, അല്ലേ? ഒരു ബിസിനസ് കരാറ് എന്ത് ചെയ്യാം? നമുക്ക് ദിവസം കഴിയുമ്പോൾ അതെന്ത് ചെയ്യാം? അതിനെ മാറ്റി വെക്കാം. പക്ഷേ ഒരു ലോങ് ടൈം വിവാഹ ജീവിതത്തിൽ, മനുഷ്യ സഹവാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സന്തോഷം പങ്കിടാനും എന്നെ കേൾക്കാനും, അല്ലേ, ഒരാളുണ്ട് എന്നതും, നിശബ്ദതയിൽ പോലും ആശ്വാസം കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലേക്ക്, ആ തലത്തിലേക്ക് ആ ഇണകൾ ഉയരും എന്നതിലും കൂടിയാണ്. അപ്പോൾ വിവാഹം ഇനി പരാജയപ്പെടുന്ന ഘട്ടങ്ങളുണ്ട്, അതും നമ്മൾ മനസ്സിലാക്കണം. ചില ബന്ധങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയാതെ വരും. പക്ഷെ അതും ഉൾക്കൊള്ളാൻ മാത്രം ഈ ഒരു പ്രീ മാരിറ്റലോ അല്ലെങ്കിൽ മാരേജ് എഡ്യൂക്കേഷനിലോ നമ്മൾ ഇണകളെ ബോധ്യപ്പെടുത്തേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ തകർന്നു പോകുന്ന ജീവിതത്തിൽ നിന്നും അവർക്ക് മറ്റൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു അവസരമാണ് വിവാഹ പരാജയം എന്ന് മനസ്സിലാക്കണം. അത് ഒരിക്കലും ഒരു ജീവിതത്തിൻ്റെ അവസാനമല്ല എന്നും, മറിച്ച് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ട് കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യുക? ആ വിവാഹ പരാജയത്തെ അഥവാ ത്വലാഖിനെയും സ്വീകരിക്കാൻ ഇണകളെ പ്രാപ്തരാക്കണം. അതുകൊണ്ട് തന്നെ വിവാഹത്തിലെ പരിഹാരങ്ങൾ എന്നത്, സാമൂഹ്യ പരിഹാരങ്ങൾ എന്നതും ഏറ്റവും മാനസികമായിട്ടും ശാരീരികമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുടുംബജീവിതത്തിൻ്റെ മതപരവും സാമൂഹികവുമായിട്ടുള്ള വ്യത്യസ്ത തലങ്ങളെക്കുറിച്ചാണ് അസ്മ ടീച്ചർ സംസാരിച്ചത്. അതുമായി നജ്മ തബ്ഷീറക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇല്ല, കൂട്ടിച്ചേർക്കലുകളുടെ ആവശ്യമുണ്ടോ ഇനി? അസ്മ ടീച്ചർ പറഞ്ഞത് എല്ലാവരും കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായൊരു കാര്യം പറയാം. ടീച്ചർ പറഞ്ഞപ്പം ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ടീച്ചർ പറഞ്ഞ കാര്യം ഒരു കുറിപ്പായി എഴുതി പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ വീട്ടിലും കൊടുക്കുക. ഇതൊക്കെ പ്രായോഗികമാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ കുടുംബജീവിതം എന്ന് പറയുന്നതിനേക്കാൾ മനോഹരമായ ഒന്ന് ലോകത്തുണ്ടാവില്ല. നോട്ട് ദറ്റ് പോയിന്റ്. പ്രായോഗികമാക്കാൻ സാധിച്ചാൽ, ടീച്ചർ എന്താ പറയുക, നിങ്ങൾ യാത്ര ചെയ്യണം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാവണം. വസ്ത്രം എന്തോ അല്ല, ഞാൻ ഏറ്റവും മനോഹരമായി മേക്കപ്പ് ഒക്കെ ചെയ്തു വന്നിട്ടും കാര്യമില്ല. ഒരു ചീഞ്ഞ കുപ്പായിട്ടാൽ നിങ്ങളെ തിരിഞ്ഞു നോക്കൂല. ഈ ചീഞ്ഞ കുപ്പായം കൊടുക്കാതിരിക്കുക എന്നുള്ളതും ചീഞ്ഞ കുപ്പായം ആവാതിരിക്കുക എന്നുള്ളതും നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയ കൂട്ടിച്ചേർക്കലുകളില്ല. ടീച്ചർ പറഞ്ഞത് വളരെ പ്രിസൈസായിട്ട് പരിഹാരമാണ്. നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള എല്ലാ ആശങ്കകൾക്കുള്ള ഒരു പരിഹാരമാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വിവാഹം എന്ന് പറയുന്നത് ഇവിടെ എല്ലാവരും വളരെ കാര്യമായിട്ട് തന്നെ സംസാരിച്ച കാര്യമാണ്. വിവാഹം എന്നൊരാശയത്തെ ചൊല്ലി നമുക്ക് ഒരാശങ്ക ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പുറത്തു നിന്ന് വരുന്ന എല്ലാ ആശയങ്ങൾക്കും പുതിയ തലമുറയെ സ്വാധീനിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പുറകിൽ നമ്മുടെ ജീവിത ശൈലിയുണ്ട്. ആ ജീവിത ശൈലിയിലെ പരാജയങ്ങളാണ് പുതുതായി ഉണ്ടാകുന്ന ഒരാശയത്തോട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാം എന്ന് പുതുതലമുറയെ തോന്നിപ്പിക്കുന്നത്. ആ പരാജയങ്ങളെ തിരുത്താൻ നമ്മൾ ആദ്യം തയ്യാറാവണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. സ്വയം വിമർശനാത്മകമായി ആ പരാജയങ്ങളെ തിരുത്താൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ
ഈ കാര്യങ്ങളൊക്കെ തന്നെ പ്രായോഗികമായിട്ട് നമ്മളെ ജീവിതത്തിൽ വരുത്താൻ പറ്റുള്ളൂ. കാരണം ഈ പറഞ്ഞ പോലെയല്ല, എനിക്ക് ഓടിച്ചെല്ലാൻ, എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടു കൂടി നിൽക്കാൻ, സ്വന്തം എന്ന് പറയാൻ ഒരു സ്ഥലം ഉണ്ടാവുന്നത് നമ്മൾ ഏത് പെൺകുട്ടികളോടാണ് പറയുന്നത്? ഹോസ്റ്റലിൽ അവരുടെ തന്നെ സമപ്രായത്തിൽ സന്തോഷം മാത്രം പങ്കിടുന്ന ഒരു കൂട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയോടാണ് പറയുന്നത്. അവൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ പറയുന്ന കുടുംബത്തേക്കാൾ കണക്റ്റ് ആവാൻ പറ്റുക ആ ഹോസ്റ്റൽ മുറിയായിരിക്കും. സ്ഥലമുണ്ട്, ആളുണ്ട്, ഇമോഷണലി അറ്റാച്ച്ഡ് ആവുന്നുണ്ട്, പണം എല്ലാം ഉണ്ട്. ആ കുട്ടിയോട് പറയേണ്ടത് എനിക്ക് തിരിച്ചു വരാനൊരിടം, നിന്നെ നോക്കാനൊരിടം എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ജീവിതം എന്നാൽ നമുക്ക് എത്രത്തോളം അവകാശങ്ങളുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്വങ്ങൾ കൂടിയാണ്. ഭരണഘടന വരെ അങ്ങനെ തന്നെയാണല്ലോ. മൗലിക അവകാശം പറയുമ്പോൾ മൗലിക കർത്തവ്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, പരിപൂർണമായ അവകാശമുണ്ട്. മറ്റൊരാളെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊരു ഉത്തരവാദിത്വമുണ്ട്. ഇത് നമ്മൾ അനുഭവിക്കാത്തത് നമ്മൾ കൊല്ലാനും വരാത്തതുകൊണ്ടാണ്. വരുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, എന്നിട്ടാണ് ജീവിക്കുക എന്നുള്ളത്. അതുപോലെ ടീച്ചർ പറഞ്ഞതിലുണ്ടത്. ആ അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് നമ്മുടെ രക്ഷിതാക്കൾ നമ്മൾ വളർത്തി വലുതാക്കിയിട്ടുണ്ട്, അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് നമ്മൾ. ആ ഇൻവെസ്റ്റ്മെൻറ്റിനോട് ബഹുമാനത്തോടു കൂടി തിരിച്ചു കൊടുക്കാൻ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. അത് എല്ലാ സമയത്തും ഒരേ കൂട്ടിലിട്ട് നിൽക്കുക എന്നുള്ളതൊന്നും ആവില്ല. ചിലപ്പം ഇക്കാലത്ത് അതാവില്ല സൊല്യൂഷൻ. പക്ഷെ എന്നാൽ പോലും ആ ബഹുമാനവും സ്നേഹവും അത്രേ ഉള്ളൂ. നമുക്ക് ആ ഒരു സാധനം കൂടി ഉണ്ട്, നമ്മളെല്ലാം കൂടി ചേരുന്നതാണ് എന്നുള്ളത്. ഞാൻ ആരാന്ന് വെച്ചാൽ ഞാൻ ഒറ്റക്കല്ലല്ലോ. ഞാൻ എന്ന് പറയുന്നത് കുറേ ആളുകളുടെ അധ്വാനവും കുറേ ആളുകൾ കൂടി ചേരുന്നതാണ്. അപ്പോൾ അതിനോടുള്ളൊരു ഉത്തരവാദിത്വം കൂടി നമുക്ക് നിറവേറ്റേണ്ടതുണ്ട്. അതിന് വീണ്ടും പറഞ്ഞ പോലെ തന്നെ അത് ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയിൽ ഒരു കുഴപ്പമുണ്ട്. ആ കുഴപ്പത്തെ അഡ്മിറ്റ് ചെയ്യുക, ഇതൊരു കുഴപ്പമാണ് എന്ന് നമ്മൾ ആദ്യം ഉൾക്കൊള്ളുക. ആ കുഴപ്പത്തെ മാറ്റാനുള്ള പണി നമ്മൾ എടുക്കുക. അത് എന്താണ്, പരിഹാരം എന്താണെന്നുള്ളത് ഇവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റം നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. നന്ദി.